ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ രാവിലെ എണീച്ച് ലൈറ്റ് ഓണാക്കിയിട്ട് ഞാൻ പിന്നെ കേർട്ടൻസൊക്കെ വലിച്ചിട്ടു കേട്ടോ. എനിക്കെന്നും രാവിലെയുള്ളൊരു ശീലമാണ് കേർട്ടൻസ് ഇങ്ങനെ വലിച്ചിടാന്നുള്ളത്. അപ്പം ആ പുറത്തുള്ള നാച്ചുറൽ വെളിച്ചമൊക്കെ അങ്ങോട്ട് അകത്തേക്ക് കയറുമല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ബെഡ് ശരിയാക്കാനായിട്ട് പോയി. ആക്ച്വലി ബെഡ് ഓൾറെഡി ശരിയായി കിടന്നത്, പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് വിരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചപ്പോൾ ഞാനത് പോയിട്ട് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ ആദ്യം തിളപ്പിക്കാൻ വെച്ച വെള്ളമില്ല, അതൊന്ന് ജസ്റ്റ് ചൂടാറിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ അത് കുടിച്ചു. നല്ലൊരു ശീലമാണ് ഈ രാവിലെ വെള്ളം കുടിക്കാന്നുള്ളത്. അതിനുശേഷം പിന്നെ ഞാൻ വലിയ കാർഡിയൽ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെറസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും നടന്നൊന്നുമില്ല. ഞാൻ ചുമ്മാ അതിൽ കൂടെ നടക്കാറ്. കാരണം എന്താണെന്നല്ല, നല്ല വെയിലായിരുന്നു കേട്ടോ ടെറസിൽ. അത്യാവശ്യം നേരത്തെ പോയത് ടെറസിലേക്ക്. പക്ഷേ നല്ല വെയിലായിരുന്നു, എന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഇതേപോലെ ഒരു പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. ആ നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട്, കൊലച്ച് കിടക്കാൻ വരില്ല, അതേപോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ കാണിച്ചാണ് കേട്ടോ. ഞാൻ നല്ല വെയിലായതുകൊണ്ട് സ്കിന്നൊക്കെ ഇങ്ങനെ തിളങ്ങായിരുന്നു. അപ്പോൾ നല്ലൊരു സ്കൈ ആണ്ടുന്നുണ്ടായിരുന്നു, നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ നിന്നിട്ട്. പിന്നെ ബേർഡ്സൊക്കെ പറന്നു പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തു. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും മൈൻഡിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താൽ നന്നായിട്ട് അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഇല്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല റിലാക്സിങ് ആണ് കേട്ടോ ഗൈസ് ഇതൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ പിന്നെ ടെറസിലത്തെ കലാപരിപാടിയൊക്കെ ഞാൻ പിന്നെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തു കേട്ടോ. നല്ല വേർതിരിക്കുകയായിരുന്നു ഫേസ്, അതുകൊണ്ട് തന്നെ ക്ലെൻസ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഗൈസ്, നല്ല റിഫ്രഷിംഗ് ആണ്. അതിനുശേഷം പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ചെയ്യാൻ പോയി. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്, എല്ലാവരുടെയും കാണുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അതാണെങ്കിൽ തീരാനായിട്ടുണ്ടാവും. പിന്നെ ഞാനത് കുറച്ച് തോണ്ടിപ്പറക്കൊക്കെ ഉപയോഗിച്ചു. പിന്നെ ഞാൻ ഇടുന്നത് ഈ ഒരു ബ്ലാക്ക് പലാസോ ജീൻസാണ്. അതിനകത്ത് കുറച്ച് ചുളിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് അയൺ ചെയ്യാൻ വേണ്ടി പോയി. എനിക്ക് ഏത് ഡ്രസ്സാണെങ്കിലും അതിൽ കുറച്ചെങ്കിലും ചുളിവുണ്ടെങ്കിൽ എനിക്കത് അയൺ ചെയ്യാണ്ടൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് അയൺ ചെയ്തു. പിന്നെ എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എടുത്തത് ഈ ബാഗാണ്. പക്ഷേ അതിൻ്റെ വള്ളിക്ക് എന്തോ ഒരു പ്രോബ്ലം, എന്തോ ഒരു കംപ്ലയിൻറ്റ്, പൊട്ടാറായ പോലെ. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് വെറുതെ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്കൂൾ ബാഗ് എടുത്തിട്ട് അതിലേക്ക് ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള ബുക്ക് എടുത്ത് വെച്ചു. ഒരു സബ്ജക്റ്റ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ചെറിയ ബാഗ് എടുത്തത് ആദ്യം. പക്ഷേ അതിൻ്റെ എന്തോ കംപ്ലയിൻ്റ് ആണ് കേസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെടുത്തത്. ഇനി പോണ വയ്ക്കാൻ അങ്ങനെ പൊട്ടിയല്ല, സീൻ കോൺട്ര ആവില്ല കേസ്. അതുകൊണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പോൾ അത്യാവശ്യം സിമ്പിളായിട്ട് ഹംബിളായിട്ട് എല്ലാമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാമല്ലോ. കാരണം അത് നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ, നടന്നാൽ പോകുന്നത് കേട്ടോ. പിന്നെ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ട്യൂഷൻ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് പൊതുവേ. അപ്പം ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എഗ്ഗ് ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു, ഇപ്പിയാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചൊന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ബുൾസൈ ഇഷ്ടമല്ല ഗൈസ്. എന്നെപ്പോലെ ബുൾസൈ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പം പേരയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശരിക്കും അവക്കാടോടെ ഷേപ്പായിരുന്നു ഗൈസ്, സത്യം പറയാലോ. അല്ല, ഇതുപോലത്തെ മഴത്തുള്ളിയുടെ അങ്ങനത്തെ ഒരു ഷേപ്പായിരുന്നു ഉണ്ടായിരുന്നത്. വലുതായിട്ട് പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കഴിച്ചു. ഇത് പിന്നെ ഏതോ ഒരു വെജിറ്റബിളിൻ്റെ ഫ്ലേവറാണ് കേട്ടോ, നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ ലഞ്ച് ഇന്ന് നല്ല അടിപൊളി അയല വറുത്തതും പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഫുൾ A+ കിട്ടിയ ഒരു അനുമോദനത്തിൽ പോവുകയാണ്. ബസ്സിനാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ചായ കിട്ടി, നല്ല അടിപൊളി ഇലയ്ക്ക് കിട്ടിയ ചായ, അതൊക്കെ കിട്ടി. അപ്പോൾ ഈ ഒരു ഹാളിലായിരുന്നു നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോവാണ്. നമുക്ക് ട്രോഫിയൊക്കെ കിട്ടി കേസ്, അങ്ങനെ ട്രോഫിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ ബേക്കറി കയറിയിട്ട് ആ ഒരു കേക്ക് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ചില്ലറ സാധനമാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. ആ കേക്ക് ഞാൻ നല്ല എക്സ്പെക്ടേഷൻ കൊടുത്ത് വാങ്ങിച്ചാണ്, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ ട്രോഫി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാം, ലവ് യു.